മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന എവർഗ്രീൻ ഹിറ്റ് ചിത്രമാണ് ദശരഥം. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുവെന്ന രീതിയിലുള്ള വാർത്തകൾ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ അതിനെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് അതിൻ്റെ സംവിധായകനായിട്ടുള്ള സിബി മലയിൽ. ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന മലയാളത്തിലെ മികച്ച സിനിമയാണ് ദശരഥം. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം കണ്ട സിനിമ കൂടിയായിരുന്നു ദശരഥം. ചിത്രത്തിലെ രാജീവ് മേനോൻ എന്ന മോഹൻലാൽ കഥാപാത്രത്തിന് ഒരു അവസാനം ഇല്ലാതെയാണ് ദശരഥം അവസാനിക്കുന്നത്. എന്നാൽ ആ കഥാപാത്രത്തിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നറിയാൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വേണമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അതിന്റെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം പൂർത്തിയാക്കിയിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നു. രാജീവ് മേനോനെ കുറിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു ആ ചിത്രമെന്നും ദശരഥത്തിനൊപ്പമോ അതിനു മുകളിലോ നിൽക്കേണ്ട സിനിമയായിരുന്നു അതെന്നും എന്നാൽ ചിത്രം സംഭവിച്ചില്ലെന്നും സിബി മലയിൽ പറയുന്നു. ഒരു രണ്ടാം ഭാഗം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച സിനിമയാണ് ദശരഥം. അയാളെ ഒരു അപൂർണതയിലാണ് നിർത്തിയിരിക്കുന്നത്. അയാൾക്ക് ഇനിയും ഒരു ജീവിതമില്ലേ? അയാൾ ഇനിയും ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. ആ കുട്ടിയെ അങ്ങനെ മറന്നു കളയാനൊന്നും അയാൾക്ക് കഴിയില്ലല്ലോ. കഥ അവസാനിക്കുമ്പോൾ അയാൾക്ക് ആ ഇമോഷൻസ് മനസ്സിലായി. അയാൾ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത് വലിയ സന്തോഷത്തോടെയൊന്നുമല്ല, ആ സ്ത്രീയുടെ വേദന കണ്ട് വിട്ടുകൊടുക്കുന്നതാണ്. പക്ഷേ മാഗി എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്ന നിമിഷം ആ നന്മ അയാളിലേക്ക് വന്നു. അയാളുടെ ജീവിതം പിന്നീട് എന്താണെന്ന് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. സാധാരണ ഒരു കഥയുടെ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ ആ കഥാപാത്രം ചെയ്യുന്ന വേറൊരു കാര്യത്തിലേക്ക് പോവും. ഉദാഹരണത്തിന് CBI സീരീസിനൊക്കെ തുടർഭാഗം വരുന്നത് ആ കഥാപാത്രം മാത്രം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. എല്ലാത്തിലും കഥകൾ പുതിയതാണ്. പക്ഷേ ദശരഥം ഒരു കഥയുടെ തുടർച്ച തന്നെയാണ്. ഒരു 30 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ ഇപ്പോൾ എവിടെയാണെന്നുള്ള ഒരു അന്വേഷണമാണ് ആ രണ്ടാം ഭാഗം. ആ കുട്ടി എവിടെയാണ്? അവരുടെ അവസ്ഥ എന്താണ്? ആനി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം രാജീവ് മേനോന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ്. അത് മറ്റൊരു ഡയമെൻഷനിലേക്ക് പോവേണ്ട സിനിമയായിരുന്നു. ദശരഥത്തിന്റെ ഒപ്പമെങ്കിലും എത്തണം ഒരു രണ്ടാം ഭാഗമാണെങ്കിൽ. ഒപ്പമോ അതിനു മുകളിലോ എത്തുന്ന ഒരു സിനിമയായി മാറുമായിരുന്നു. അത് നടന്നില്ല. പക്ഷേ ഇനി അത് സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല, സിബി മലയിൽ പറയുന്നു. ദശരഥം കണ്ട നമ്മളിൽ പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം, ഈ കുട്ടിക്ക് ഇനി എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ രാജീവ് മേനോൻ ഇനി ഈ കുട്ടിയെ വീണ്ടും സ്വന്തമാക്കാൻ ശ്രമിക്കുമോ? ഇവർക്കൊക്കെ ഇനി എന്തായിരിക്കാം സംഭവിക്കുക എന്ന് നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ രണ്ടാം ഭാഗം വന്നാൽ എങ്ങനെയായിരിക്കാം എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക.